ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് അത് 100 സബ്സ്ക്രൈബേഴ്സ് ആയി. അതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ, നോക്കി നോക്കാം. അത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കാം സക്സസ് ആവോ ഇല്ലേന്ന്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ടീമായിട്ടാ. കിഡ്സിന്റെ ഒരു ടീം. ഇതങ്ങനെ വലിയ ഭീകര റെസിപ്പി ഒന്നുമല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാ. ഇത് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ തുടക്കക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയൊരു കേക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ മഗ്ഗിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര. അത് നമുക്ക് മധുരം അനുസരിച്ച് ചിലർക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇത് അത്യാവശ്യത്തിനുള്ളൊരു മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വാനില എസൻസ് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ എന്നൊക്കെ പറയാം, അത്രയും തന്നെ വാനില എസൻസ് ആഡ് ചെയ്യണം. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ആവാനുള്ളൊരു കൺസിസ്റ്റൻസി, ഒരു വല്ലാതെ ലൂസല്ല, ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്നുള്ള രീതിയിൽ ആവശ്യത്തിന് പാൽ ആഡ് ചെയ്യാം. അതിൽ എനിക്കൊരു 4 ടേബിൾ സ്പൂൺ വരെ പാൽ ആഡ് ചെയ്യേണ്ടി വന്നായിരുന്നു. അങ്ങനെ പാലൊക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് എല്ലാ കട്ടകളൊക്കെ വേർതിരിച്ച് ഇതാക്കിയതിന് ശേഷം നമുക്ക് എന്ത് വേണേലും അതിൽ ആഡ് ചെയ്യാം. ഞങ്ങളുടെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഡയറി മിൽക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ എയർ ഫ്രയറിൽ വെച്ചു. എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ അത് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. വെച്ച മഗ്ഗിൽ ഞങ്ങൾ 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു വട്ടം കൂടി അത് വെച്ചിട്ടാണ് ഫസ്റ്റത്തെ മഗ്ഗ് റെഡിയാക്കി എടുത്തത്. പക്ഷേ സെക്കൻഡ് വൺ ഞങ്ങളത് ആ ഒരു ടൈം നമ്മൾ അറിഞ്ഞുകൊണ്ട് രണ്ടാമത് ഞങ്ങളൊരു 20 മിനിറ്റ് വെച്ചായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വന്നിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൽ ആ ഡയറി മിൽക്ക് ആഡ് ചെയ്തതൊക്കെ ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ അത് പിള്ളേരുടെ ട്രൈ ആണിത്. അവരുടെ അടുത്ത് പറഞ്ഞ് അവരതുപോലെ അവർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണിത് കേട്ടോ. ഒരാൾ മൈദ ആഡ് ചെയ്യുമ്പോൾ ഒരാൾ പഞ്ചസാര ആഡ് ചെയ്യും. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സോഡാപ്പൊടി ചേർത്തില്ല കേക്കിൽ. സോഡാപ്പൊടി ചേർക്കാണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ സോഡാപ്പൊടി മിക്സ് ചെയ്യണം കേട്ടോ. ആ പൊടികൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാഫ് സ്പൂൺ, അത്ര വേണ്ട, ഹാഫ് സ്പൂണിന് താഴെയായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ വേണം. അത് പറയാൻ വിട്ടുപോയി. ബേക്കിംഗ് സോഡ ചേർക്കണം കേട്ടോ, മറക്കരുതേ. അങ്ങനെ അവരുടെ കേക്ക് എയർ ഫ്രയറിലൊക്കെ കയറാൻ പോവാട്ടാ. ഇതേ ചോക്ലേറ്റ് ഇടുമ്പോഴത്തെ സന്തോഷം കണ്ട രണ്ടുപേരുടെയും. പിന്നെ അവരുടെ കേക്കായിരുന്നു കേട്ടോ ഒന്നുകൂടി നന്നായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കേക്ക് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയല്ലോ, അതിലത്തെ ടൈമും കറക്റ്റ് കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ സെക്കൻഡ് വൺ ഉണ്ടാക്കിയത്. അപ്പോൾ സെക്കൻഡ് ടൈം ഉണ്ടാക്കിയതായിരുന്നു ഒന്നുകൂടി ബെറ്റർ ആയിരുന്നത്. അങ്ങനത്തെ ജെംസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, നല്ല ടേസ്റ്റ് കഴിക്കുമ്പോൾ നല്ലതല്ലേ. മക്കൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ. നമ്മൾ പാരൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസിൽ നന്നായി ചെയ്യാം. അധികം വലിയ റിസ്ക് പിടിക്കുന്ന കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇടയ്ക്ക് ഓരോന്ന് ആമിയുടെ അതിടും വായിലേക്കും കയറി പോകുന്നുണ്ട് ജെംസ്. ഗൈസ്, ഇത് സക്സസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു കഴിയാറായി. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പം നല്ല ചൂടായിരിക്കും, എൻ്റെ കൈ നൈസ്. അപ്പം നല്ല ചൂടുണ്ട്, അപ്പം സൂക്ഷിച്ചെടുക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 20 മിനിറ്റ് വെച്ചാൽ മതി. 180 ഡിഗ്രി ഞങ്ങളുടെ ഇവിടുത്തെ എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ വെച്ചായിരുന്നു. ഫസ്റ്റത്തെ 15 മിനിറ്റ്സ് വെച്ചത്, പക്ഷേ ആയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെച്ചപ്പോഴാണ് അത് കറക്റ്റായിട്ട് ആയത്. പക്ഷെ ഇത് നന്നായിട്ടായിട്ടുണ്ട്. നോക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരുവിധം എല്ലാവരും വീട്ടിൽ എയർ ഫ്രയർ ഉള്ളതല്ലേ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും വളരെ സന്തോഷമുണ്ട്. അതിന് തന്നെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ മുന്നോട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതൊരു കുഞ്ഞു സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇതിൽ ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നല്ല, അത് കുക്കിങ്ങിലായാലും ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നല്ല. അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.